ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കോണ്ടന്റ് മേ ബി എൻ്റെ ടൈറ്റിൽ അല്ലെ സ്റ്റാർട്ടിംഗ് വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RJ ബിൻസി അല്ലെങ്കിൽ അപ്പാനി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. സോ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു ടൈമിൽ എന്തുകൊണ്ട് RJ ബിൻസിൻ്റെ ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചുറ്റിക്കറങ്ങുന്നു, കുറച്ച് യൂട്യൂബേഴ്സൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊക്കെ മേ ബി നമ്മൾ ആലോചിക്കുമ്പം കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ RJ ബിൻസി തന്നെയാണ് എന്നാണ്. കാരണം ബിഗ് ബോസ് കഴിഞ്ഞ് ഒരുപാട് കണ്ടസ്റ്റൻ്റ് ഇറങ്ങിയാലും അതിൽ RJ ബിൻസി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടും ബിഗ് ബോസിൻ്റെ സ്റ്റാൻഡേർഡിനെയും അല്ലെങ്കിൽ അതിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ സ്റ്റാൻഡേർഡിനെയും വളരെ വളരെ മോശമായ രീതിയിൽ അവരെ വളരെ തരം താഴ്ത്തിയ രീതിയിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ആൾ മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആളുടെ ക്യാമറ സ്പേസ് വളരെ കൂടിയത് കൊണ്ട് തന്നെ ആളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രവേഴ്സീസ് പല ആൾക്കാരും ചിലപ്പോൾ പുറത്തു വന്ന് പറയുന്നുണ്ടാവും. കാരണം ഈ മനുഷ്യനെ വെറുപ്പിക്കുന്നതിനൊരു ലിമിറ്റില്ലേ. ബിൻസിൻ്റെ സൈഡിൽ സംഭവിച്ചത്, ബിൻസി സത്യങ്ങളായിരിക്കും പറയുന്നത്, പക്ഷെ ഇതിങ്ങനെ നടന്നുകൊണ്ട് എല്ലാ ഇൻ്റർവ്യൂസിലും എല്ലാ മീഡിയാസിലും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വന്ന് ഇത് പറയുമ്പം തന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഇത് അതേ ഒരു ഇതിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. മേ ബി അതിൻ്റെയൊക്കെ ഒരു വേറൊരു തലമായിരിക്കാം മേ ബി ഇതിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൊരു വിഷയമായിട്ടുള്ളത്. സോ ഇതിനെയൊക്കെ പറ്റി പറയാനാണ് ഇന്നത്തെ വീഡിയോ. സോ ആദ്യം തന്നെ എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ നമുക്ക് ഒന്നും കൂടെ ആ വീഡിയോയിലോട്ട് പോവാം. സോ ഞാൻ ആ വീഡിയോ സൈഡിൽ കൂടെ പ്ലേ ചെയ്യാം. ഈ വീഡിയോ കണ്ടാൽ നമുക്കറിയാം ഇത്രയേ ഉള്ളൂ, RJ ബിൻസി അപ്പാനിയും തമ്മിലുള്ള ഒരു വീഡിയോ ആണ്. ആൻഡ് ഈ വീഡിയോയിൽ അപ്പാനി എന്ന് പറയുന്ന വ്യക്തി RJ ബിൻസിയുടെ ലൈക്ക് ഒരു ഊരഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന ഒരു പീസാണ്, ടച്ച് ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. അപ്പം ആദ്യം തന്നെ ഈ വീഡിയോ ആരാണ് എടുത്തത് എന്നുള്ളത് നോക്കട്ടെ. കാരണം ഇത് അവരുടെ ഒരു ഇതിൻ്റെ ഇടയിൽ നടന്നില്ല. എനിക്ക് ആ പേജ് ബോളിവുഡോ മൈവുഡ് എന്ന് പറയുന്ന ഒരു പേജാണ് ഈ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പം ഇത് രണ്ട് പേഴ്സ്പെക്റ്റീവിൽ കാണാൻ പറ്റും. ചില ആൾക്കാർ ആലോചിക്കും ഇതിലിപ്പോൾ എന്താ ഇത്ര വൃത്തികേട് എന്ന് ആലോചിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളുടെ ബാക്ക് സൈഡ് ഒന്നിങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ എന്തോ ചെയ്യുന്നതിനിടയിൽ കുറേ നേരം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ അവിടെ ആക്ഷൻസ് വളരെ വിയേർഡായിട്ട് നടക്കുകയാണ്, ഓക്കെ ഫൈൻ, സമ്മതിക്കാം. ഇവിടെ അതൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് അതിൻ്റെ ഇടയിൽ ഒന്ന് ടച്ച് ചെയ്തു, അത് കഴിഞ്ഞ പാടെ അത് വിട്ടു, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഒരു കൂട്ടം ആൾക്കാർ ഓൾറെഡി ഇവർ രണ്ടുപേരെ പറ്റി അത്യാവശ്യം നല്ല രീതിയിൽ ഗോസിപ്പ് നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിനിടയിൽ ഇവർ ഈ പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന ഒരു പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു സാധനം മുന്നോട്ട് പോവുക. അപ്പം ഈ ഒരു സാധനം വൈറലായ സമയത്ത് എനിക്ക് ഈ രണ്ട് മൈൻഡാണ് ഉണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് വെറുതെ ഹോൾഡ് ചെയ്തു എന്നൊരു മൈൻഡും ഉണ്ടാവും, അല്ലെ ഇത് ഹോൾഡ് ചെയ്യാൻ മാത്രമുള്ളൊരു സാധനം ഉണ്ടോയെന്ന്. ഇപ്പം ഞാൻ ബിഗ് ബോസ് ഹൗസ് നിങ്ങൾ കണ്ടിട്ടുണ്ടേ അറിയാം. ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ കരുതിയത് ആദ്യം അപ്പാനി മാരീഡ് ആണെന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു. എൻ്റെ പഴയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടേ അറിയാം. ഞാൻ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു എനിക്കറിയില്ലായിരുന്നു അപ്പാനി മാരീഡ് ആണ് എന്നുള്ള കാര്യം. അത് കഴിഞ്ഞതിന് ശേഷം, കാരണം അപ്പാനി ഈ RJ ബിൻസി ആയിട്ട് ഒരു ലവ് ട്രാക്ക് പിടിക്കുന്നുണ്ട് എന്നാണ് ആദ്യ നാളുകളിൽ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് കണ്ടത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത്. കാരണം അപ്പാനി ഒരു ബിൻസി കൊച്ചേന്നും അല്ലെ അച്ചാച്ച എന്നുള്ളൊരു വിളിയും പിന്നെ ഓരോ വർത്താനവും പിന്നെ ഈ ഗ്രൂപ്പിസമായിട്ടുള്ളൊരു കളിയാക്കലും ഇതൊക്കെ കണ്ട സമയത്ത് ഈ ഒരു സാധനം ഫീൽ ചെയ്തിരുന്നു. പിന്നെയാണ് അറിഞ്ഞത് ആള് മാരീഡാന്ന് തന്നെ ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. പിന്നെയാണ് ആൾ ഇതാന്ന് അറിഞ്ഞത്. പിന്നെ ഒരു ഫസ്റ്റ് 1 വീക്കൊക്കെ ആയപ്പോഴേക്ക് ബിൻസി എലിമിനേറ്റ് ആയി പോകുന്നു. ഓട്ടോമാറ്റിക്കലി ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊരു ഡിസ്കഷൻ ആവുന്നു. അപ്പാനീനെ പറയുന്നു, അപ്പാനി ഭയങ്കര ടെൻഷൻ അടിക്കുന്നു, ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ബിൻസി അധിക കാലം ബിഗ് ബോസിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയം അവിടെ മെല്ലെ സോൾവ് ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം റീ എൻട്രിക്ക് വന്ന സമയത്താണ് ബിൻസി ഈ വിഷയം കയറിയെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം വലിയ ഡിസ്കഷൻ ആയി എന്നറിയില്ല. പക്ഷെ ബിൻസി പറയുന്നത് ഇത് വലിയ രീതിയിൽ ഡിസ്കഷൻ ആയി. എന്താണ്, അനുവിൻ്റെ PR-ഉം ടീമും ഇതിനെ പുറകെ കളിച്ചു, ഞാൻ ഒരുപാട് സൈബർ ബുള്ളിങ്ങിൽ കൂടെ പോയി, ഞാൻ ഒരുപാട് പ്രശ്നത്തിൽ കൂടെ കടന്നുപോയി, അതിനൊക്കെ കാരണം നിങ്ങളാ, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.
എന്തായാലും മസ്താനിന്റെ ഇന്റർവ്യൂവിൽ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ബിൻസീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന അപ്പം ഇങ്ങനെ വെച്ചിരിക്കുന്ന കൈന്റെ മേലെ അപ്പാന് പിടിക്കുന്നു, പിന്നെ കൈ വിടുന്നു. അപ്പൊ അതൊക്കെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കാണുമ്പോൾ എനിക്ക് ടു ബി ഹോണസ്റ്റ് ഒരു അതിര് വിടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതാണ് മസ്താനി ഇന്റർവ്യൂവിൽ ചോദിച്ചൊരു കാര്യം. അപ്പം ഞാനൊരു കോമണർ എന്ന നിലയിൽ എനിക്ക് തുടക്കകാലങ്ങളിൽ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ അപ്പാനിയും RJ ബിൻസിയും കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കുകയാണ്. കാരണം എനിക്ക് അപ്പാനി മാരീഡ് ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ തന്നെയാണ് കരുതിയത്. കാരണം ഇവരുടെ വിളിയും വർത്താനവും ഈ 3-4 ആളുള്ള സംസാരവും ഒന്നും അറിയാണ്ട് അവിടെ വരലും സൈഡിലിരിക്കലും അത് കഴിഞ്ഞിട്ട് ബിൻസി എലിമിനേറ്റ് ആയപ്പോൾ ആ കെട്ടിപ്പിടിച്ചുള്ള കരച്ചിലും എല്ലാം കണ്ടപ്പോൾ, കാരണം ഒരു 1-2 വീക്കിനുള്ളിൽ തന്നെ ബിൻസി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ടൈമൊന്നും അതിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല ഫീലും. പിന്നെ മാരീഡാന്ന് പറഞ്ഞ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ മാരീഡ് ആണല്ലോ, അപ്പം ആ ഒരു തോട്ട് പുറത്തോട്ട് വന്നിരുന്നു. അപ്പോൾ ഇതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പറയും ഇപ്പോൾ ആൺ പെൺ ഫ്രണ്ട്ഷിപ്പിനൊന്ന് കൈ പിടിച്ചാൽ എന്താ, കാല് പിടിച്ചാൽ എന്താന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിലോട്ട് പോകും ഒരു വീഡിയോ കാണുന്ന ഒരു വ്യൂവർ എന്ന നിലയിൽ. ബാക്കി നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് നടന്നത്, എന്താ കാര്യങ്ങൾ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇതിപ്പോൾ ഭയങ്കര വൈറലായി ഡിസ്കഷൻ പോകുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ പൊതുവെ പേഴ്സണലി നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഇവരെ പറ്റി പേഴ്സണലി തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഗെയിമാണ് ഇവർ കളിച്ചത് എന്നൊക്കെ പറയണം. ആൻഡ് RJ ബിൻസി തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കാം. അതും തമാശയൊക്കെ എടുത്തോളെ, സ്വന്തം കാര്യം വരുമാനമല്ലല്ലോ അങ്ങനെ. ഞാൻ പല പ്രാവശ്യവും ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യമാണ്. അപ്പനെ കുറ്റം പറയില്ല. അപ്പ ഇരിക്കുമ്പോൾ നീ അപ്പാൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നതും അപ്പാൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കുന്നല്ല. അവിടെ നീ അപ്പാനെ ഒരു ഫാമിലി ആയിട്ട് ഉള്ളതാണ്. നമുക്ക് പുറമെ തോന്നുമ്പോൾ നീ എന്തൊരു കയറി അപ്പാനിക്ക് കുടുംബം ഇതൊക്കെ ഞാനിപ്പോൾ കറണ്ട്ലി ഇട്ടിട്ടുള്ളത് ബിൻസി ഈ വിഷയം വലിയൊരു ഡിസ്കഷൻ ആക്കിയിട്ടുണ്ട്. അന്ന് ആ ടോപ്പിക്ക് കഴിഞ്ഞ് എത്രയോ ആഴ്ചകൾ കഴിഞ്ഞ് എത്രയോ ആൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ അതിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുമ്പം ഇത് ശരിക്കും സംസാരിക്കേണ്ടയോ ഡിസ്കസ് ചെയ്യേണ്ടയോ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ മേ ബി ബിൻസി കടന്നു പോയിട്ടുള്ള ഒരു സൈബർ അറ്റാക്കിൻ്റെ പുറത്തായിരിക്കാം ബിൻസി ഈ വിഷയം സംസാരിച്ചത്. ഈ സംസാരം കൂടി വന്നപ്പോഴേക്ക് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ച പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. എന്തായാലും അതാണ് ഈ വിഷയത്തിൻ്റെ തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ പറയാം എല്ലാത്തിനും ഒരു ബൗണ്ടറി വേണം. അത് ഏത് കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പിനാണെങ്കിലും ഒരു ബൗണ്ടറി വേണം. ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും ആ ഇമോഷൻ അല്ലെങ്കിൽ ആ ഫീലിംഗ് നമ്മൾ എടുക്കുന്ന പോലെ എടുക്കണം എന്നില്ല. ഇപ്പം പല ബന്ധങ്ങളിലും ബൗണ്ടറിയിൽ ഒരു വ്യത്യാസം വരുമ്പോൾ മേ ബി നമ്മൾ വ്യത്യാസം ഇടുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമോഷൻ എന്താ, നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്, നമ്മൾ എങ്ങനെയാണ് അതിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റിലൊരു വ്യക്തിക്ക് മേ ബി അത് അറിയണമെന്നില്ല. അയാൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കുറേ ബാക്കിയുള്ള ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഉള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ RJ ബിൻസിൻ്റെ അപ്പാനീൻ്റെ ഇടയിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, പക്ഷെ കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ഇത് ഫ്രണ്ട്ഷിപ്പായി തോന്നില്ല. അവർ ഓട്ടോമാറ്റിക്കലി ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതൊരു 100 ആളുടെ അടുത്ത് പറയുമ്പോഴേക്ക് അതൊരു ടോപ്പിക്കായി, അതൊരു ഡിസ്കഷനായി, വർത്താനായി, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ചുറ്റുമുള്ള ആൾക്കാരുടെ വായടപ്പിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്ക് എന്താ അറിയാം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടോപ്പിക്കോടെ ഡിസ്കഷൻ ഇല്ലാണ്ട് മുന്നോട്ട് പോകണമായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇടുന്ന സ്ഥലത്ത് ഡിസ്റ്റൻസ് ഇടുക, ഗ്യാപ്പ് ഉള്ളിടത്ത് ഗ്യാപ്പ് ഇടുക, നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി മര്യാദയ്ക്ക് മുന്നോട്ട് പോവുക. ഫൈനലി എന്തൊക്കെ ചെയ്താലും അവസാനം അനുമോളുടെ തലയ്ക്ക് എത്തുന്നത് പോലെ തന്നെ ശാരിക അനുമോളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതും കൂടെ നോക്കിയിട്ട് ജസ്റ്റ് ഈ വീഡിയോ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. എല്ലാവരും ചോദിക്കാം എന്തിനാണ് അനുമോളെ എല്ലാവരും ഇറങ്ങിയപ്പോ തൊട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്. അനുമോള് കാല് കുത്തിയപ്പോ തൊട്ട് അവിടെ അവരുടെ ഗെയിം സ്ട്രാറ്റജിയാണ്, അതായത് നാടക അഭിനയം. അവര് സീരിയൽ ആക്ട്രസ് ആയിരിക്കാം, ഒരു കോമഡി ആക്ട്രസ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതാണ് അവരെ കാണിക്കുന്നത്. അതെ, ബിഗ് ബോസ് എന്ന് പറയുന്നത് അവിടെ ജീവിക്കാനോ അല്ലെ 10 മാസത്തേക്ക് റെന്റിനോ വന്ന സ്ഥലമല്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഗെയിമാണ്, ഗെയിം ഹൗസ് ആണ്. നിങ്ങൾ ഗെയിം കളിക്കണം, നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജി ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് ബിഗ് ബോസിലെ ലാലേട്ടൻ തന്നെയാണ്. അപ്പം അനുമോൾ എന്ത് സ്ട്രാറ്റജി വേണം എടുത്തോട്ടെ, അതിനെന്താ കുഴപ്പം? ഒന്നും ചെയ്യാണ്ട് ഒരു ഗെയിമും കളിക്കാണ്ട് ചൊറിയും കുത്തി അതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങി പോകുന്നതിലും നല്ലതാണ് സ്വന്തമായിട്ട് ഗെയിം കളിക്കുന്നത്. 100 ദിവസം അതിൻ്റെ ഉള്ളിൽ ഗെയിം കളിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും പോകുന്നത്. അപ്പം എല്ലാവരും എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഗെയിം തന്നെയാണ് കളിക്കുക. ശാരിക എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ശാരിക എന്തെങ്കിലുമൊക്കെ കാണിക്കും, എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതൊന്നും ചെയ്യാണ്ട് പുറത്തിറങ്ങി വന്നിട്ടാണ് ഗെയിം കളിക്കുന്ന ആൾക്കാരെ ഇരുന്ന് കുറ്റം പറയുന്നത്. എന്തുവാ പറ്റണമെന്നില്ല.
മനസ്സിലായോ? അവിടെ ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം ബിഗ് ബോസിനാണ് ഏഴിന്റെ പണി കിട്ടിയെന്ന് ഞാൻ പറയും. അവർ 25 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 12 പേര് മാത്രമേ ഉള്ളൂ ബ്രില്യൻ്റ് ആയിട്ട് മനസ്സിലാവും. അവരൊക്കെ പുറത്തുപോയി. ബാക്കി നിൽക്കുന്ന കുറെ എണ്ണം മരവാടകളാണ്. ഇപ്പൊ തന്നെ ഒരു വ്യൂവർ എന്ന നിലയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റടിക്ക് പ്രിക്ക് ചെയ്യാൻ പറ്റുമോ ഇത്ര നല്ല കണ്ടസ്റ്റന്റ് ആണ് 5 ടോപ്പ് 5 നിൽക്കുന്നത്? ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന എത്ര കണ്ടസ്റ്റന്റ് ഉണ്ട് ഇപ്രാവശ്യം സീസണിൽ? ഷാരികയ്ക്ക് ഇപ്പം ബിഗ് ബോസിന് ഇപ്പൊ ഉള്ള അത്യാവശ്യമുള്ള എല്ലാരെ കുറിച്ചും ഷാരിക ഓരോ രീതിയിൽ ഓരോ വാക്കുകൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഷാരികയ്ക്ക് എങ്ങനെ പറയാൻ പറ്റും? അല്ലെ, ഷാരിക എന്ന് പറയുന്ന വ്യക്തി എന്ത് കോണ്ടന്റ് ആണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നിട്ടുള്ളത്? ഞാൻ അതൊരു ചെറിയൊരു പീസ് കാണിച്ചു തരാം. പുതിയ പാട്ട് കേട്ടാ, അന്തസ്സുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കേണ്ട, അന്തസ്സുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കേണ്ട. ഇതാണ് ഷാരികയുടെ കണ്ടന്റ്. ഇത് വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ പോകുന്നത്. എന്തുവാ പറയണ്ടേ? എന്താ കിട്ടുന്നത്? എന്താ ഇതിന്റെ അവസാനം? ഒന്നുമേ പറയാനില്ല. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.